കണ്ണനെ കാണാൻ വേണ്ടി അമ്പലത്തിൽ പോകുമ്പോൾ എന്താണ് കണ്ണന് കൊടുക്കേണ്ടത്? ശരിക്കും എന്തു കൊടുക്കുന്നു എന്നതിലല്ല, അത് എത്രമാത്രം സ്നേഹത്തോടെ കൊടുക്കുന്നു എന്നതിലാണ് കാര്യം. അതൊരു കായയോ പൂവോ എന്തുമാകട്ടെ, നമ്മളത് കൊടുക്കുന്ന നേരം നമ്മുടെ മനസ്സിലുള്ള സ്നേഹമാണ് അതിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത്. ദാരിദ്ര്യത്തിൽ മുങ്ങിത്താഴ്ന്നിരുന്ന കുചേലൻ കണ്ണനെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കണ്ണന് കൊടുക്കാൻ ഒരു അവിൽക്കിഴി മാത്രമാണ് ഉണ്ടായിരുന്നത്. ദ്വാരകാധിപതിയായ ശ്രീകൃഷ്ണന് ഇങ്ങനെ ഒരു അവിൽക്കിഴി സമ്മാനമായിട്ട് കൊടുക്കാൻ കുചേലന് നല്ല മടിയുണ്ടായിരുന്നു. അദ്ദേഹം മടിച്ചാണ് ആ അവിൽക്കിഴി ഇങ്ങനെ പുറത്തോട്ടെടുക്കുന്നത്. പിന്നീട് വേണ്ടാന്നോർത്തത് മറച്ചു പിടിക്കുമ്പോഴും ഇത് കാണുന്ന ഭഗവാൻ വളരെ സന്തോഷത്തോടെ അത് പിടിച്ചു വാങ്ങി ആസ്വദിച്ചാണ് ആ അവിൽ കഴിക്കുന്നത്. ദ്വാരകയിൽ എത്രയൊക്കെ വലിയ സമ്പൽ സമൃദ്ധി ഉണ്ടെങ്കിലും തൻ്റെ സുഹൃത്ത് തനിക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ കരുതലോടെ കൊണ്ടുവന്ന ആ അവിലിനായിരുന്നു ഭഗവാനെ സംബന്ധിച്ച് ഏറ്റവും അധികം രുചിയുണ്ടായിരുന്നത്. വളരെയധികം സമ്പത്തൊക്കെയുള്ള ഒരാൾ തരുന്നത് പോലെയല്ല ഒരാൾ ഇല്ലായ്മയിൽ നിന്നും നമുക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരുന്നത്. സമ്പത്തുള്ളയാൾ അയാളുടെ കയ്യിൽ ഉള്ളതുകൊണ്ടാവാം തരുന്നത്. അയാളെ സംബന്ധിച്ച് അത് വളരെ നിസ്സാരവുമായിരിക്കാം. എന്നാൽ ഇല്ലായ്മയിൽ ജീവിക്കുന്ന ഒരാൾ അയാളുടെ കയ്യിലുള്ളത് എന്താണോ അത് നമുക്കായിട്ട് കൊണ്ടുവന്ന് തരുമ്പോൾ അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് അളക്കാവുന്നതിലും അപ്പുറമാണ്. കുചേലൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ണാനും ഉടുക്കാനും പോലും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവർ. ആകെപ്പാടെ അവസാനമായിട്ട് ഈ ഒരു പിടി അവല് മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. അത് കണ്ണന് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ കണ്ണനത് ഭക്ഷിക്കുമ്പോൾ എന്നേക്കുമായിട്ട് അവരുടെ ദാരിദ്ര്യം മാറി ഏറ്റവും വലിയൊരു സമ്പന്നനായിട്ട് മാറുകയായിരുന്നു കുചേലൻ.